ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ കാനഡ. എല്ലാവരും എന്ത് പറയണോ, സുഖമായിട്ടിരുന്ന് കരുതുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വീഡിയോകളിൽ എനിക്ക് കാനഡയിലുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ ദുരനുഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇത് എന്നെ സംബന്ധിക്കുന്നതാണ്. ഇത് ചിലർക്കൊക്കെ ഇതുപോലെയും ഇതിനേക്കാൾ വലുതായിട്ടുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർ കാണാം. എന്നാൽ ഈ കൊല്ലങ്ങളെല്ലാം ഇല്ലെങ്കിൽ വന്നിട്ട് പുതുതായിട്ട് വരുന്നവരും ഇല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ളവരെല്ലാം പലരും ചിലപ്പം ഒരുപക്ഷെ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോയവരും കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞിരുന്നു തിരികെ നാട്ടിലേക്ക് വന്നാലോ എന്ന്, മടുത്തു എന്ന്. അപ്പോൾ അത് ചുമ്മാതായിട്ട് പറഞ്ഞതല്ല, ഞാനല്ലെങ്കിൽ തമാശയായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ആലോചനകളിലൊക്കെ ആയിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാനും റോസ്മിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് തിരികെ നാട്ടിലേക്ക് പോന്നാലോ എന്നുള്ളൊരു ആലോചന. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഏകദേശം തീരുമാനങ്ങളായി. മുന്നോട്ടുള്ള വീഡിയോയ്ക്കകത്തൊക്കെ ഞാനത് പറയാം. കുറേ നാളുകളായിട്ട് ഞാൻ വീഡിയോകൾ ചെയ്യുന്നില്ലായിരുന്നു, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു. അതിൻ്റെ കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. വീണ്ടും ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമെല്ലാം ഈ ആലോചന, നാട്ടിലേക്ക് ഇങ്ങനെ പോരണമോ അതോ ഇവിടെ തന്നെ തുടരണമോ എന്നുള്ള എന്താ പറയുക, ഒരു ദീർഘമായിട്ടുള്ള ആലോചനകളായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. കൂടാതെ പഴയപടി തന്നെ കുട്ടികളുടെ തിരക്കുകളെല്ലാം വന്നുപോയി. വീഡിയോ എടുത്തു വെച്ചിരുന്നു, പക്ഷേ പലപ്പോഴായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനൊരു പറ്റിയിരുന്നില്ല. അതാണ് പറ്റിപ്പോയത്. എൻ്റെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും സംബന്ധിക്കുന്ന അല്ല. ചിലവർ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ടാണ് വരുന്നത്, ചിലവർ ഇവിടെ കല്യാണം കഴിഞ്ഞ് കപ്പിൾസായിട്ട് വരുന്നവരുണ്ട്, ചിലവർ ഒരു കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർ, ചിലവർ എന്നാ പറയണേ പ്രായപൂർത്തിയായ കുട്ടികൾ ഇല്ലെങ്കിൽ ഏകദേശം ഒരു ടീനേജറിനോട് അടുത്ത അല്ലെങ്കിൽ യൂത്തിനോട് അടുത്ത കുട്ടികളായിട്ട് ഇവിടെ വരുന്നവരും താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്നെപ്പോലെ സാഹചര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ 2-3 കുഞ്ഞുങ്ങളുള്ളവർ, പ്രായമൊക്കെ ഏറ്റവും തൊട്ടടുത്ത്. ഇപ്പം എൻ്റെ 2 കുട്ടികൾക്ക് നിങ്ങൾക്കറിയാം 5 വയസ്സും 2 വയസ്സുള്ള കുട്ടികളുണ്ട്. അപ്പം ഇതിനോടനുബന്ധിച്ച് തന്നെ ഞാനും ജോസ്മിയും കൂടി ജോലിക്ക് പോകാമെന്നുണ്ടെങ്കിൽ 2 പേരും ഒരേപോലെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പലവിധ സ്ട്രെസ്സുകളും ഇല്ലെങ്കിൽ ജോലി ഒരു പരിധി വരെയും പോകാൻ പറ്റും. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴായിട്ട് അത് പുറകോട്ട് വരുന്നതായിട്ട് കാണുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതേ ഏജുള്ള കുട്ടികൾ ഇല്ലെങ്കിൽ ഇങ്ങനെ സാഹചര്യമുള്ള മാതാപിതാക്കൾ ഇപ്പോൾ ഭാര്യയോ ഭർത്താവോ ഇല്ലെങ്കിൽ ഒരാൾ ജോലി ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരായിക്കോട്ടെ കേട്ടോ. അപ്പം എൻ്റെ ഒരു അവസ്ഥ ഞാനാണ് പറയുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം ഇല്ലെങ്കിൽ ഒരു 4 മണി വരെ ഞാൻ പുരുഷനും 4 മണിക്ക് ശേഷം ഞാനൊരു സ്ത്രീയുമായിട്ട് മാറുന്നൊരവസ്ഥയാണ്. എന്തെന്നല്ലത്, കാരണം റോസ്മിയുടെ ഷിഫ്റ്റ് വൈകുന്നേരം 4 മണിക്കാണ്. വൈകുന്നേരം 4 മണി തൊട്ട് രാത്രി 10 മണി വരെ. അപ്പോൾ രാവിലെ ഞാൻ റോസ്മി എല്ലാം ഉണ്ട്, പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നോക്കും. പിള്ളേർ സ്കൂളിൽ പോകേണ്ടത് സ്കൂളിൽ പോകും, ഭക്ഷണം ഉണ്ടാക്കി പറഞ്ഞു വിടും. അതിനുശേഷം 4 മണിക്ക് ആയി കഴിയുമ്പം 2 കുട്ടികൾ വരും, റോസ്മി ജോലിക്ക് പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ ക്യാരക്ടർ മാറുകയാണ്. ഞാൻ പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീയിലേക്ക്, ഒരു അമ്മയിലേക്ക്, ഇല്ലെങ്കിൽ അമ്മയുടെ ഞാൻ പ്രസവിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ആ പ്രസവേനയെല്ലാം അമ്മമാരെ അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് മറ്റുള്ള വ്യത്യസ്തമായിട്ട് ആ സ്ത്രീയുടെ എല്ലാവിധ ഇതിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഞാനത് കയറിപ്പോകുന്നുണ്ട്. കൂടാതെ തന്നെ എനിക്ക് ആ 4 മണി തൊട്ട് 10 മണി വരെ പല ഭാവങ്ങളും എനിക്ക് വരാറുണ്ട്. നമ്മുടെ അന്യൻ്റെ സിനിമയില്ലേ, അന്യൻ്റെ സിനിമയ്ക്കകത്ത് റോമിയോ ഒഴിച്ച് ചിലപ്പം ദേഷ്യം വരാറുണ്ട്, ചിലപ്പം വാത്സല്യവും സ്നേഹവും ഇല്ലെങ്കിൽ വിഷമങ്ങൾ വരാറുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ വൈകുന്നേരമൊക്കെയാണ് പിള്ളേരുടെ ഏറ്റവും കൂടുതൽ ബേസിക്സ് നീഡ്സ് കൊടുക്കേണ്ട സമയങ്ങളാണ്. ഒരു കുട്ടിയുടെ ഡൈപ്പർ മാറ്റണം, ഒരു കുട്ടിക്ക് ഡൈപ്പർ മാറ്റുന്ന സമയമായിരിക്കും വിശക്കെന്ന് പറയണത്, ഭക്ഷണം കൊടുക്കണം. അപ്പം മൂത്ത മോള് വരും, ടീനേജ് ആയിക്കൊണ്ടിരിക്കുന്ന അവൾ അമീലിയാണ്. അപ്പോൾ അവളുടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്കെല്ലാം ഞാൻ ഒരാൾ കടന്ന് തന്നെ നമ്മൾ കടന്ന് ഓടേണ്ടി, ഫാസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും. പണ്ട് ഒരു കുഞ്ഞുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമയം മാത്രം ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ സമയം ഒരാൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ 2 കുഞ്ഞുങ്ങൾക്ക് വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമയങ്ങളിലെ കുറച്ച് ഭാഗം കൂടി നമ്മൾ 2ാമത്തെ കൊച്ചും കൂടി കൊടുക്കേണ്ടി വന്നു. 3ാമത് കുട്ടി വന്നപ്പോൾ 3ാമത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ വേറെ കാര്യം പറഞ്ഞാൽ ഇവർ 3 പേരും കൂടി ഇവരുടെ ലോകത്ത് രസമാണ്, കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട്. ഞങ്ങൾ 3 ആൺമക്കളായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് എന്തിനും ഏതിനും ആളിന് അമ്മയുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിലാണെങ്കിൽ ബന്ധക്കാരുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കുട്ടിക്കാലത്താണെങ്കിൽ ഒരു ബേളം വെച്ച് കഴിഞ്ഞാൽ അയൽവക്കാരുടെ അവിടെ പോകും, കളിക്കും ചിരിക്കും, അങ്ങനെ എല്ലാം ഓടി നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നു. നമ്മൾ മാതാപിതാക്കളായുള്ള എനിക്കൊരു സഹായം കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്. പക്ഷേ ഈ സ്റ്റേജ് കഴിഞ്ഞ് ഇല്ലെങ്കിൽ 2ാമത്തെ കുട്ടിയും 3ാമത്തെ കുട്ടിയും
കുറച്ച് മുതിർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഫ്രീ ആകും. അപ്പോൾ പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഐസൊലേഷൻ അല്ലെങ്കിൽ പിള്ളേരിച്ച് മുതിർന്ന് കയറി കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ ബിസി, പിള്ളേർ മുതിർന്ന് കയറി കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയങ്ങൾ കിട്ടും. അപ്പം നമ്മൾ ഓർക്കും പിള്ളേർ മുതിരുണ്ടായിരുന്നു എന്ന് ഓർക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ആയുള്ള ഫാസ്റ്റ് ലൈഫിൽ കൂടിയാണ് ഞാൻ പോകുന്നത് ഇപ്പം. കൂടാതെ തന്നെ ഞാൻ ഇല്ലെങ്കിൽ നാട്ടിലുള്ള സമയത്ത് അമ്മയിലേക്ക് 4ാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഏകദേശം അമ്മയിലേക്ക് 13 വയസ്സ് കഴിഞ്ഞ് 14ലേക്ക് കടക്കാൻ പോകുന്നു. അപ്പം ഇവിടെ വന്നതിന് ശേഷം അമ്മയിലൂടെ ബേസിക്സ് നീഡ്സ് എല്ലാം ഇല്ലെങ്കിൽ വാഷ്റൂമിൽ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. 2ാമത്തെ കുട്ടി വന്നു, 3ാമത്തെ കുട്ടി വന്നപ്പം ഡൈപ്പർ ചേഞ്ചിങ് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാഷ്റൂമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനത് ശീലിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാളുകൾ അമീറ ഉണ്ടായ സമയത്ത് എനിക്കും ജോലി ഉണ്ടായിരുന്നു, റോസ്മിക്കും ജോലി ഉണ്ടായിരുന്നു. റോസ്മി ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ കുട്ടിയുടെ അടുത്തുണ്ടായിരുന്നപ്പം ഇല്ലെങ്കിൽ ഡൈപ്പറിലൊക്കെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആദ്യത്തെ ഒരു മാസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്കത് ക്ലീനിങ്ങും ഇതും എല്ലാം ഭയങ്കര എനിക്ക് അറിയില്ലായിരുന്നു, കാരണം അങ്ങനെ ശീലിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാനൊരു 2-3 മാസത്തിനുള്ളിൽ ഞാനത് സ്വയംഭത്താക്കി എടുത്തു. പിന്നീട് എനിക്ക് വേണ്ടുന്നത് വളരെ ക്ഷമയായിരുന്നു. പക്ഷേ ഞാൻ ഫുഡ് കൊടുക്കണം, ഇല്ലെങ്കിൽ കൊച്ച് ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ അതെല്ലാം ഒരു പതിയെ അത് പ്രാക്ടീസ് ചെയ്ത് പരിശീലിപ്പിച്ച് ഇല്ലെങ്കിൽ പരിശീലിച്ചെടുത്തു. അങ്ങനെ 3ാമത്തെ കൊച്ചുണ്ടായി. 3ാമത്തെ കൊച്ചുണ്ടായപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ ബിസിനസ്സുകളെല്ലാം ഞാൻ മാറുന്നത്. നിങ്ങളോട് ഞാൻ പഴയ പിടിക്കാതെ ഞാൻ പറഞ്ഞിരുന്നു. ഇച്ചിരി കൂടി ഫാസ്റ്റായി. എൻ്റെ അമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇവിടെ കൊണ്ടുപോയി നിർത്തി, അമ്മയ്ക്കും പ്രായമായി. കാരണം അവരെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാരണം അവർ ഒരു പരിധി വരെ എന്നെ നോക്കി. ഇനി ഈ വയസ്സാം കാലത്ത് ഞാൻ ഈ അമ്മേനെയും കൂടി കൊണ്ടുവന്നിട്ട് എൻ്റെ പിള്ളേരെ നോക്കിയിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് സമയം കൂടി കളയേണ്ടതെന്ന് ഞാൻ വെച്ചു. അതാണ്. ഇല്ലെങ്കിൽ അമ്മയോട് നിർബന്ധം പറഞ്ഞ് അമ്മയെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് വരാം. അങ്ങനെ ഒരു തവണ അമ്മ വന്നിരുന്നു. നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് 3ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് അമ്മയോട് വന്നിരുന്നു. അന്ന് എനിക്ക് പേടിയായിരുന്നു. കാരണം 3ാമത്തെ കൊച്ചിനെ 2ാമത്തെ കൊച്ചിന് അന്ന് 2 വയസ്സല്ലേ ഉള്ളൂ, ഇല്ലെങ്കിൽ 3 വയസ്സേ ഉള്ളൂ. ഉപദ്രവിക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാക്കട്ടെ ഞാൻ ഒരു ടേക്ക് കെയർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അമ്മേനെ കൊണ്ടുവന്നത്. പക്ഷെ അമ്മയ്ക്ക് എൻ്റെ പരിമിതികളുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ മഞ്ഞും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് ബുദ്ധിമുട്ടായാണ്. കുറച്ച് നാൾ ശേഷം ഞങ്ങൾ നാട്ടിൽ അമ്മേനെ കൊണ്ടുപോയി. അമ്മ പോയി, ഏതായാലും നാട്ടിൽ കൊണ്ടുപോയി വിട്ടു. അപ്പം പറഞ്ഞു വന്നത് ഇങ്ങനെ കുട്ടികളുടെ ഡയപ്പറും ഇതും എല്ലാം 3ാമത്തെ കൊച്ചും വന്നപ്പോൾ അത് വീണ്ടും ഫാസ്റ്റ് ആകാൻ തുടങ്ങി. ഇപ്പുറത്തെ കൊച്ചിൻ്റെയും മാറ്റണം, ഈ കൊച്ചിൻ്റെയും മാറണം. ഇതപ്പോൾ പ്രത്യേകത ഒരു ലൈഫിലേക്ക് ഞാൻ അമ്മ എന്ന് പറയുന്ന ഒരു വേറൊരു രീതിയിലേക്ക് എനിക്ക് വരേണ്ടി വന്നു. കാരണം ഞാൻ ഫീഡ് ചെയ്യുന്നില്ലേ ഉള്ളൂ, ഇല്ലെങ്കിൽ അമ്മയുടെ ആയിട്ടുള്ള എല്ലാ വശങ്ങളിലും എനിക്കത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഒരു സർക്കിളിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. എൻ്റെ ഓർമ്മകൾ, കാരണം ഞാൻ പല കാര്യങ്ങളും എഴുതി വെക്കുമായിരുന്നു പണ്ട്. ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോയിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്യുമായിരുന്നു ഓരോ കാര്യങ്ങൾ. പക്ഷെ അതെല്ലാം പിള്ളേർ വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്തയാൾ വന്നു, പപ്പ ഇങ്ങനെ, അപ്പോൾ അത് തലേന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അടുത്ത ആൾ വന്നു കഴിയുമ്പോൾ പപ്പ ഇങ്ങനെ. അപ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ ഓർമ്മയ്ക്ക് പോലും എനിക്ക് ഈ കഴിഞ്ഞ നാളുകളായിട്ട് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. കാരണം ഇവരുമായിട്ടുള്ള ബിസി ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഓർത്തിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പം ഇവർ വന്ന് തിരക്ക് കൂട്ടുന്നു ഇവരുടെ കാര്യങ്ങൾ. കാരണം നമുക്ക് അവരെ ആട്ടിപ്പായിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മറയുള്ളൂ വരുന്നു. സംസാരത്തിൽ സ്പീഡ് കൂടുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ റീസെൻ്റൊക്കെ ആയിരുന്നെങ്കിലും പെട്ടെന്ന് എനിക്ക് സംസാരിക്കേണ്ടി വരും. പെട്ടെന്ന് ഞാൻ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് വന്നു. കാരണം അത് ഈ പിള്ളേരുടെ ഇടയ്ക്ക് നിൽക്കുന്നതാണ്. എനിക്കത് മനസ്സിലായി. ഈ പിള്ളേരൊക്കെ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഒരാൾ ചോദിച്ചു കഴിയുമ്പോൾ അടുത്ത ആൾ ചോദിക്കും, ഇപ്പുറത്തെ ആൾ ചോദിക്കും. നമുക്ക് നമ്മുടേതായുള്ള സമയം, എന്നിലേക്ക് നോക്കുവാൻ, എന്നിലേക്കുള്ള എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നാളുകൾ ഞാൻ മറന്നുപോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പോയത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, സർവശക്തനായ ദൈവം ഇതെല്ലാം, കാരണം ഞാൻ പറഞ്ഞു ഞങ്ങൾ 3 ആൺമക്കളായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. ഞാൻ, ചേട്ടന്, അനിയന്. ചേട്ടന് USA വർഷങ്ങളായിട്ട് ചേട്ടൻ അവിടെയാണ്, കാലിഫോർണിയയിലാണ്. അനിയനും കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇപ്പം ജർമ്മനിയിൽ. ഞങ്ങൾക്ക് നാട്ടിൽ പണ്ട് ഞാൻ പറഞ്ഞിരുന്നു ബിസിനസ്സുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പം ഷട്ട് ഡൗൺ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് 3 ആൺമക്കളായാണ് ഞങ്ങൾ ആൺമക്കളുടെ രീതിക്കാണ് ഞങ്ങൾ വളർന്നത്. പെൺകുട്ടികളുടെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളുണ്ടായപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞവിടെ തന്നെ ഇവരുടെ ഡൈപ്പർ ചേഞ്ചിങ് തൊട്ട് ഇവരുടെ A to Z കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്കൊരു പെൺകുഞ്ഞിൻ്റെ ഇല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. കൂടാതെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വേറൊരു ക്യാരക്ടർ, അതായത് രാവിലെ ഒരു തൊട്ട് വൈകുന്നേരം വരെ റോസ്മി എൻ്റെ അടുത്തിലുണ്ട്. പിന്നെ റോസ്മി അങ്ങ് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിള്ളേരുടെ ഒരു ലോകത്തിലേക്കാവും. സൗണ്ടും ബഹളവും ഇല്ലെങ്കിൽ പലതര മറവികളും ഒക്കെ ഞാൻ പറഞ്ഞു. കൂടാതെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ കയ്യിലായിരിക്കും. ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. മറ്റേ കൊച്ചു വന്ന് പപ്പ എന്ന് പറഞ്ഞിട്ട് വെള്ളം വെക്കും. അപ്പോൾ ഒന്നുകിൽ ഞാൻ മോളെ മാറിപ്പോയില്ല, ഞാൻ ചെയ്ത് തീർക്കട്ടെ, അടുക്കളയിലായിരിക്കുമല്ലോ, സൂക്ഷിക്കണമല്ലോ. നമ്മളായിരിക്കും എൻ്റെ പാൻ്റെ പിടിച്ച് വലിക്കും ഒരു കൊച്ച്. പാൻറ് ഊരിപ്പോവും. അപ്പോൾ ഒരു കൊച്ചിൻ്റെ അടി പാൻറ് ഊരിപ്പോയെന്ന് പറയുമ്പോൾ ഒരു കൊച്ചി ഇവിടെ കന്നുകൊണ്ട് എഴുന്നേറ്റ് ചാടിയിട്ട് കരയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പോയത്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കാനഡയ്ക്ക് വന്നത് ദൈവത്തിൻ്റെ ഒരു
പദ്ധതി അനുസരിച്ചല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നത്. ഞാൻ ദൈവത്തോട് അങ്ങോട്ട് ചോദിച്ച്, ഇല്ലെങ്കിൽ എൻ്റെ ഹിതമായിരുന്നു, ദൈവഹിതമല്ലായിരുന്നു. ശരിക്കും നമ്മുടെ ഇല്ലെങ്കിൽ മുതിർന്നവരൊക്കെ പറയുന്നത് ദൈവഹിതം അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതായിരിക്കും. പക്ഷെ ഞാനിത് ചോദിച്ച് വാങ്ങിച്ചാണ്. പഴയ നിങ്ങളുടെ വീഡിയോക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരണം, ഇല്ലെങ്കിൽ ആഗ്രഹം എന്തുകൊണ്ട് അതൊക്കെ അത് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന് പ്രകൃതിയുടെയും ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെയൊക്കെ ഒരു രീതിയായിരുന്നു. നമ്മുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് കുടുംബത്തിലൊക്കെ നിന്ന് വളർന്നു കഴിയുമ്പം ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേരൻസിനെ കൊടുക്കാം. അവരും അടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേരൻസിനെ, നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ കൊടുക്കാം. എന്നപ്പം കുട്ടികൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ നമുക്കിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള പലവിധ സൗകര്യങ്ങൾ കുറവുകളുണ്ട്. ഇനി അവരെ കൊണ്ടുവരാനാണെങ്കിലും അവരെ കൊണ്ടുവന്നൊന്നും ഈ തണുപ്പത്തൊന്നും അധികം നാളൊന്നും നിർത്താൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോക്കകത്ത് പ്രധാന കാര്യം വേറൊന്നുമില്ല, ഇതായിരുന്നു. ഒരു പുരുഷന്റെ അവസ്ഥയിൽ നിന്ന് സ്ത്രീയുടെ അവസ്ഥയിലേക്ക്, ഉച്ചകഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സ്ത്രീയുടെ അവസ്ഥയിലേക്ക് പോകുന്നതിൽ ഒരു മാതാവ് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം. കൂടാതെ കാനഡയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാതാവിന്റെ മാത്രം അല്ലെങ്കിൽ സ്ത്രീയുടെ മാത്രം കടമയല്ല, അത് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. വ്യക്തിപരമായിട്ട് ഇതുള്ള കാര്യങ്ങൾ. ഇത് തിരക്കിനോടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാനുമില്ല, എനിക്കായുള്ള കുറച്ച് സമയങ്ങൾ കൊടുക്കാനൊക്കെ മറന്നു പോകുന്നൊരു കാലഘട്ടമാണ്. പിന്നെ കൂടാതെ തന്നെ പിള്ളേരിച്ച് വലുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുതിർന്നവർ പറഞ്ഞോടി തന്നെ നമുക്ക് ഒട്ടൊരു സമയങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന രസമായിരുന്നു, ഇല്ലെങ്കിൽ ആ പഴയ കാലഘട്ടമൊക്കെ നാട്ടിലുള്ളവരൊക്കെ നമ്മൾ ആലോചിക്കും. അപ്പോൾ ഏതായാലും ഈ സ്റ്റേജൊക്കെ എനിക്കും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മറ്റുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോഴാണ് ഞാൻ തിരികെ നാട്ടിലേക്ക് വന്നാലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ അവസാന ഘട്ടം എത്തി, ഏകദേശം ഒരു തീരുമാനങ്ങളൊക്കെ ആയി. അപ്പോൾ ഇനി മുന്നോട്ടുള്ള വീഡിയോക്കകത്ത് ഞങ്ങൾ നാട്ടിലേക്ക് പോരുമോ അതോ ഇവിടെയാണോ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇനി നമ്മുടെ വീഡിയോ തീരുന്നതിന് മുമ്പായിട്ട് 2-3 പരസ്യങ്ങൾ കൂടി സ്ഥിരം വരുന്ന പോലെ വരുവാണേ. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ ബിസിനസ്സുകളെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാം. ഒരിക്കൽ കൂടിയൊക്കെ അറിയാൻ മനസ്സിലുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പറയാവുന്ന പോലെ കൊക്കൈന്, ഗാംബ്ലിങ്, മയക്കുമരുന്നുകൾ, MDMA ഇങ്ങനെയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വറി ചെയ്യേണ്ട, അനോണമസ് ആയിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യും. ഇത് ഫ്രീ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. കൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിർത്തണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം വേണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധക്കാരോ ഇല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ഇല്ലെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് നിർത്താൻ ആഗ്രഹമുണ്ട്, ഒരു പുതിയ ജീവിതത്തിൽ വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ ആഗ്രഹമുണ്ട് ഇല്ലെങ്കിൽ നിർത്താൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി എളുപ്പമാകും. അപ്പം ഈ കാണുന്ന നമ്പറിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും, മലയാളം മാത്രമല്ല ഇനി ഏത് രാജ്യക്കാരായിക്കോട്ടെ, ഏത് സംസ്ഥാനക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങളെ അവർ സഹായിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കും കേട്ടോ. I'm dying. My mileage is flashing before my headlights. No. I'm dying. Don't worry. We're going to the best hospital in the city. You guys going to be okay. You're a good owner. I'll never forget you. Is this the junkyard? Is this where it ends? Doctor, will he survive? Don't worry, we will take care of him. What happened, doctor? He's perfectly fine. Oh my car! Don't worry. Oh my I'm better car! now. They fixed me. Oh my car! Hey, please take care. Sure thing, doctor. No, to you, to you. I will, doctor. Thanks again. Let's get back on the road. Euro Motors, driven by quality, healed by experts. Welcome to Trinity Family Dental Educ. I'm Dr. Mary Caroline, a proud graduate of the University of Alberta. I started my journey as a dentist 25 years ago, and since 2017, we have been providing exceptional dental care to our community. At Trinity Family Dental, we offer a full range of dental services like crowns, bridges and implants, to wisdom teeth extractions and root canals. We also provide advanced treatments such as full mouth rehabs using implants, laser therapy, orthodontic care with Invisalign aligners. We know that the comfort is the key, which is why
we offer treatments under moderate sedation to help you relax during your visit. At Trinity Family Dental, your smile and satisfaction is our top priority. Visit us today to experience the personalized and compassionate care. Call or text to book. We are excited to see you smile. പുതിയ സ്വപ്നങ്ങൾ തേടിയാണ് നമ്മൾ നാട് വിട്ട് വിദേശത്തേക്ക് കുടിയേറുന്നത്. അപരിചിതമായ വഴികൾ, പരിചയമില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത സാഹചര്യം. പുതിയ നാട്ടിൽ വിശ്വാസയോഗ്യമായ സുഹൃത്തുക്കളെ കിട്ടുക ഒരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾക്ക് എന്താവശ്യത്തിനും വിശ്വസ്തയോടുകൂടി വിളിക്കാനും സംസാരിക്കാനും എഡ്മണ്ടണിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്തി. പുതുസ്വപ്നം നെയ്തിടുന്നു, പുതുലോകം കാണവേ ഒരു കൂട്ടായി കൂടെയെന്നു ഈ കൈകൾ അണയവേ അറിയുമീ നാടിൻ നന്മകൾ ഉയരവേ ഞങ്ങൾ എഡ്മണ്ടണിൽ വന്ന് ഒരു 6 മാസത്തിന് ശേഷമാണ് വീട് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഒരുപാട് സംശയങ്ങളായിരുന്നു ഞങ്ങൾക്ക്. പുതിയ നാട്, പുതിയ സംസ്കാരം, പുതിയ രീതികൾ. അതെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ ജിജോ ജോർജിനെ ഞങ്ങൾ കണ്ടെത്തിയത്. അദ്ദേഹം ഒരു റിയൽറ്റർ എന്നതിനുപരി ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് എപ്പോഴും ഞങ്ങളോട് പെരുമാറിയിരുന്നത്. 1-2 കൂടിക്കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു, ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യൻ ശ്രീ ജിജോ ജോർജ് ആണ് എന്നത്. അതെ, നിങ്ങൾക്ക് എഡ്മണ്ടണിൽ വീട് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ വിളിക്കൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽട്ടർ ജിജോ ജോർജ്, വീട് എന്ന സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടി.